നമസ്കാരം. ആരോഗ്യരംഗത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദിനം പ്രതി ലഹരി ഉപയോഗവും അതിനെക്കുറിച്ചുള്ള ദുരന്തങ്ങളും ആക്രമണങ്ങളൊക്കെ നമ്മൾ വാർത്തയിലൂടെ എപ്പോഴും കാണാറുണ്ട്. പ്രത്യേകിച്ച് യുവാക്കൾ മാത്രമല്ല, ചെറിയ കുട്ടികൾ വരെ ഇന്ന് ലഹരിക്ക് അടിമപ്പെടുകയാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ ലഹരിയിലേക്ക് പോകുന്നത്? അതിന് പാരൻസിന് എന്തൊക്കെ ശ്രദ്ധിക്കാൻ സാധിക്കും? മക്കളെ അറിയാം എന്ന വിഷയമാണ് ഇന്ന് ആരോഗ്യരംഗം ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് ചെമ്മന്തിട്ട പുനർജനി ആയുർ ക്ലിനിക്കിലെ ചീഫ് ഫിസിഷ്യനും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമായ ഡോക്ടർ നയന രാജ്. ഡോക്ടർ നമസ്കാരം, ആരോഗ്യരംഗത്തിലേക്ക് സ്വാഗതം. ഡോക്ടർ, ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ നമുക്കറിയാം, ഇന്ന് നമ്മൾ മീഡിയാസിൽ കാണുന്നത് വളരെ ഞെട്ടിക്കുന്ന വാർത്തകളാണല്ലേ. കാരണം ലഹരി ഉപയോഗം നമ്മുടെ കുട്ടികളെ എത്രമാത്രം ബാധിക്കുന്നുണ്ട് എന്ന് ഓരോ വാർത്തകൾ പുറത്തു വരുമ്പോഴാണ് നമ്മൾ കൂടുതൽ അറിയുന്നത്. സത്യത്തിൽ ഇതിൽ പാരൻസിന് ഒരു പരിധി വരെ ഇടപെടാൻ സാധിക്കും, അല്ലെങ്കിൽ പാരൻസ് തന്നെയാണ് സ്വന്തം കുട്ടികളെ ഒരു പരിധി വരെ സംരക്ഷിക്കേണ്ടത്. അപ്പോൾ ഇപ്പോഴത്തെ പാരന്റിങ് എങ്ങനെയാവണം? നമ്മൾ സാധാരണ ഒരു ഗതിയിൽ നമുക്ക് പണ്ടത്തെ ഒരു കാലഘട്ടത്തിലെ അപേക്ഷിച്ച് ഇന്നത്തെ യുവ തലമുറ അവരുടെ ഒരു ചിന്താഗതികൾ അല്ലെങ്കിൽ അവരുടെ ജീവിത രീതികൾ എല്ലാം വ്യത്യസ്തമാണ്. അപ്പോൾ അതിൽ നമുക്ക് നമ്മുടെ മീഡിയാസും ഒരു പരിധി വരെ അതിന് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം, നമ്മുടെ ഒരു കാലഘട്ടത്തിലൊന്നും നമ്മൾ മൊബൈൽ ഫോൺ നോക്കിയിട്ടോ അല്ലെങ്കിൽ റീൽസ് കണ്ടുകൊണ്ടോ അല്ല നമ്മുടെ ഒരു ദിവസം തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി ഇന്നത്തെ കുട്ടികൾ കൂടുതലും മറ്റൊരാളെ അനുകരിക്കുക എന്നുള്ളത് ഏതൊരു കുട്ടിയുടെയും നോർമൽ ആയിട്ടുള്ള ഒരു പ്രവണതയാണ്. നമുക്കറിയാം, ആ ഒരു പ്രായത്തിലുള്ള കുട്ടികൾ, നമുക്ക് ഒരു ചെറിയൊരു വാവ വീട്ടിലുണ്ടെങ്കിൽ പോലും നമ്മൾ മൂത്തവരെന്താണോ ചെയ്യുന്നത് അത് അനുകരിക്കാനാണ് കൂടുതലും കാണുന്നത്. അപ്പം അന്നത്തെ ഒരു കാലത്ത് നമ്മൾ വീട്ടിലുള്ളവരെയാണ് മാതൃകയാക്കിയിരുന്നതെന്നുണ്ടെങ്കിൽ ഇന്ന് കുറച്ചുകൂടി നമുക്ക് അതിനേക്കാൾ ഒരുപാട് ഓപ്ഷൻസാണ്. നമുക്ക് ദൃശ്യമാധ്യമങ്ങളാവട്ടെ, അല്ലെങ്കിൽ നമ്മളൊരു സിനിമ കാണുകയാണെങ്കിലും ഒക്കെ നമുക്ക് കുട്ടികൾക്ക് അനുകരിക്കാവുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് അവരോടൊരു ആരാധന തോന്നുന്ന രീതിയിൽ. അപ്പോൾ അത് നല്ലത് തന്നെ ആവണം എന്ന് ഒരിക്കലും നിർബന്ധമില്ല. നമുക്ക് കുട്ടികൾക്കൊരു ആരാധന തോന്നുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു സമയത്ത് നമുക്ക് അവരാണ് അതിൽ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി എന്ന് ഫീൽ ചെയ്യുമ്പോൾ അവരെ പോലെ എനിക്കും ആവണം എന്നുള്ള ആ ഒരു രീതിയിലുള്ള ഒരു ചിന്താഗതി കുട്ടികളിലേക്ക് വരികയും പതുക്കെ പതുക്കെ ചില തെറ്റുകൾ അവർക്ക് ശരിയായി തോന്നുകയാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ളത് ഞാൻ പറയുകയാണെങ്കിൽ നിയമത്തിൻ്റെ ആ ഒരു ഇതിൽ തന്നെ നമുക്ക് കുറച്ചും കൂടി മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത് വളരെ അനിവാര്യമാണ്. നമുക്ക് കുട്ടികൾക്ക് ഏതൊക്കെ രീതിയിലുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് കാണാൻ അനുവദനീയമാണ് എന്നുള്ളതിന് കൃത്യമായിട്ടുള്ളൊരു മാർഗരേഖ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു കാലം അതിക്രമിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരു പ്രായം വരെ നമുക്ക് കുട്ടികൾക്ക് ഏതൊക്കെ രീതിയിൽ നമുക്കറിയാം, നമുക്കൊരു ഫിലിം വരുമ്പോൾ തന്നെ നമുക്കതിൽ ഗ്രേഡിംഗ് ഉണ്ട്. ഇപ്പോൾ ഒരു എ ഗ്രേഡുള്ള ഫിലിം എന്ന് പറയുമ്പോൾ നമുക്കതിൽ കുട്ടികൾക്ക് കാണാൻ സാധിക്കാത്ത രീതിയിലുള്ള വയലൻസ് ആവട്ടെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള രംഗങ്ങളൊക്കെ നമുക്ക് ഉള്ള സിനിമകൾക്കാണ് നമുക്ക് അങ്ങനെ ഒരു ഗ്രേഡിങ് കൊടുക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെയാണ് പക്ഷെ നമുക്ക് ഫിലിംസിന് കൊടുക്കുന്ന പോലെ നമുക്ക് സാധാരണയുള്ള ദൃശ്യമാധ്യമങ്ങൾക്ക് നമുക്ക് ഈ ഒരു രീതിയിൽ ഗ്രേഡിങ് ഇല്ല. ഇപ്പോൾ കുട്ടികളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ശരിയുണ്ടാവാം, തെറ്റുണ്ടാവാം. അപ്പോൾ ഇതൊക്കെ കുട്ടികൾക്ക് അനുകരണീയമായ ഒരു രീതിയിലേക്ക് മാറിപ്പോവാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ തുടക്കം മുതൽ, നമുക്കൊരു ഏജ് കഴിഞ്ഞ് ഇനി കുട്ടീനെ ശ്രദ്ധിക്കാം എന്നുള്ളതിനേക്കാൾ കൂടുതൽ തുടക്കം മുതൽ കുട്ടികൾക്ക് ആ ഒരു രീതിയിലുള്ള മാർഗരേഖകൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു ശ്രദ്ധ പതിയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയാസിന്റെ ഉപയോഗം അത് വലിയ രീതിയിൽ കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കോവിഡിന്റെ സമയത്താണ് ചെറിയ കുട്ടികളുടെ കൈകളിൽ വരെ മൊബൈല് അവർക്ക് കോമൺ ആയിട്ട് ഉപയോഗിക്കാം എന്നുള്ള ഒരവസ്ഥ വന്നത്. പക്ഷെ പിന്നീട് കോവിഡിന് ശേഷവും ആ ചേഞ്ച് ഉണ്ടായില്ല എന്നുള്ളതാണ്. കാരണം എന്തിനാണോ കുട്ടികൾക്ക് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുന്നതിൽ ഒരു ആവശ്യകത ഉണ്ടായിരുന്നത് എന്നതിനെ കുറിച്ച് പാരന്റ്സ് പോലും മറന്നു. പിന്നെ അത് സ്ഥിരമായിട്ട് അവരുടെ കയ്യിലുള്ള ഒരു ഉപാധിയായിട്ട് മാറി. അപ്പോൾ അത്തരത്തിൽ സോഷ്യൽ മീഡിയാസിന്റെ ഉപയോഗം കുട്ടികളിൽ അമിതമായിട്ടുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ പേരൻസും അതിൽ ശ്രദ്ധിക്കുന്നില്ല എന്ന് ഒരു പരിധി വരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ പേരൻസിന് കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗത്തിൽ എത്രത്തോളം ഇടപെടാനായിട്ട് സാധിക്കും? തീർച്ചയായിട്ടും നമ്മൾ ഇപ്പോൾ ഇതിൽ ആദ്യം പറയേണ്ട ഒരു കാര്യം, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോവിഡിൻ്റെ ഒരു സമയത്താണ് ഇതിൻ്റെ ഉപയോഗം ഇത്ര അധികം കൂടിയേ എന്നുണ്ടെങ്കിൽ പോലും മിക്കവാറും നമുക്ക് എല്ലാവർക്കും ചുറ്റും ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാം, നമുക്കൊരു 6 മാസമുള്ള ഒരു കുട്ടിക്ക് പോലും ഭക്ഷണം കൊടുക്കണമെങ്കിൽ ഇന്ന് അവർ ആശ്രയിക്കുന്നത് സോഷ്യൽ മീഡിയാസിനെയാണ്. അപ്പോൾ അത് ഒരിക്കലും ആ കുട്ടിയായിട്ട് തിരഞ്ഞെടുത്തതല്ല, നമ്മുടെ സൗകര്യത്തിനായിട്ട് ആ കുട്ടിയെ ഏൽപ്പിച്ചു കൊടുത്തൊരു കാര്യമാണ്. അപ്പോൾ അതിനർത്ഥമാക്കുന്നത് എന്താ? നമ്മുടെ ചെറിയൊരു ശ്രദ്ധക്കുറവ്, അതായത് നമ്മുടെ ആ ഒരു അസൗകര്യം നമുക്ക് എത്രയും പെട്ടെന്ന് ആ ഒരു പണി തീർക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടായിരിക്കണം നമ്മൾ അന്നങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. പലപ്പോഴും കുട്ടികൾ ഇതിൽ നിന്നൊരു അഡിക്ഷൻ വന്നു പോവാണ്. കാരണം നമുക്കറിയാം, നമുക്ക് കുട്ടികൾക്ക് സാധാരണ നമ്മൾ എന്താ ചെയ്യുക, കളിപ്പാട്ടങ്ങൾ വെച്ച് കൊടുക്കുകയും അല്ലെങ്കിൽ ചുറ്റുമുള്ള കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഇതൊക്കെയാണ് യൂഷ്വലി നമ്മളൊരു ചെറിയൊരു കുട്ടീനെ മാനേജ് ചെയ്യാൻ
പണ്ട് ചെയ്തിരുന്നത്. പണ്ട് പറയുന്ന പോലെ അമ്പിളിമാമനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ കുട്ടി ഊണ് കഴിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്നൊരു റീല് കാണിച്ചു തരാം, അല്ലെങ്കിൽ ഒരു വീഡിയോ വെച്ച് തരാം, ഒരു കാർട്ടൂൺ, 1 മണിക്കൂർ ഉപയോഗിക്കാൻ തരാം, അതെ ഇത്ര നേരം ഫോൺ ഉപയോഗിക്കാൻ തരാം, അപ്പൊ അതുവരെ വേണമെങ്കിൽ ഫോൺ യൂസ് ചെയ്തോളൂ ഈ ഭക്ഷണം കഴിയുന്നവരെ. കുട്ടികളെ പാരന്റ്സ് തന്നെ അതിലേക്ക് കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു പ്രവണതയുണ്ട്. തീർച്ചയായിട്ടും നമുക്കത് ഒരു പരിധിയിലേക്കാൾ അപ്പുറം നമുക്ക് ചില സമയങ്ങളിൽ നമുക്ക് തന്നെ തോന്നാറുണ്ട് ഈ പാരൻസ് എന്തുകൊണ്ട് ആ കുട്ടിയെ നിയന്ത്രിക്കുന്നില്ല. കാരണം നമുക്കൊരു ക്ലിനിക്കിൽ ഇപ്പോൾ ഒരു അച്ഛനും അമ്മയും ഒരു കുട്ടിയും വരികയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ അടക്കിയിരുത്താൻ അവർ ആദ്യം ചെയ്യുന്നത് ആ മൊബൈൽ ഫോൺ എടുത്ത് കൊടുക്കുക എന്നുള്ളതാണ്. അതിൽ അച്ഛനോ അമ്മയ്ക്കോ ആർക്കെങ്കിലും ഒരാളെ കാണാനാണെന്നുണ്ടെങ്കിൽ മറ്റൊരാൾക്ക് ആ കുട്ടിയെ ഈസി ആയിട്ട് മാനേജ് ചെയ്യാം. പക്ഷേ അതിനുള്ള ആ ഒരു സമയം അല്ലെങ്കിൽ സന്ദർഭം അവർ ഉണ്ടാക്കിയെടുക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം യൂഷ്വലി നമുക്ക് ഈ ഒരു രീതിയിലുള്ള ഒരു അഡിക്ഷൻ അല്ലെങ്കിൽ സ്ക്രീൻ അഡിക്ഷൻ വരുമ്പോൾ സംഭവിക്കുന്നത്, സ്ക്രീനിൽ നമുക്ക് ഒരുപാട് വ്യത്യസ്തമായ ദൃശ്യങ്ങളാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരെ തിരിച്ച് നമ്മുടെ വീടിന് ചുറ്റും പോയി കഴിഞ്ഞാൽ നമ്മൾ ദിവസവും കാണുന്ന കാര്യങ്ങൾ മാത്രമാണ് അവിടെ ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ കുട്ടിക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ സ്ക്രീനിലേക്ക് തന്നെ തിരിച്ചെത്താനുള്ള ആ ഒരു മെൻ്റൽ അഡിക്ഷൻ അവിടെ സംഭവിക്കുകയും അത് കാലക്രമേണ അതില്ലാതെ കുട്ടിക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നുള്ള ഒരവസ്ഥയിലേക്ക് വരെ എത്തിക്കാവുന്ന റീസണാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ കുട്ടികൾക്ക് സോഷ്യലായിട്ടുള്ള ഒരു ഇടപെടൽ പൂർണ്ണമായിട്ട് ഇല്ലാതെയാവാണ്. നമ്മുടെ സാധാരണ ഒരു വീട്ടിലൊരു അതിഥികൾ എത്തുകയാണെന്നുണ്ടെങ്കിൽ പണ്ടുള്ള കുട്ടികൾ എങ്ങനെയായിരുന്നു ബിഹേവ് ചെയ്തത് അതിനേക്കാൾ നേരെ വിപരീതമാണ് ഇന്നത്തെ കുട്ടികൾ. അല്ലെങ്കിൽ നമ്മൾ വേറൊരു വീട്ടിലേക്ക് ചെന്നാലും നമ്മുടെ കുട്ടികൾ ഫോൺ നോക്കിയിരിക്കുക എന്ന് പറയുന്നത് നമുക്ക് അവർക്ക് യാതൊരു രീതിയിലുള്ള ഒരു സോഷ്യൽ എൻഗേജ്മെൻറ്റ്സും ഇല്ല എന്നുള്ളതിൻ്റെ തെളിവാണ്. അപ്പോൾ ഇതൊക്കെ ഒരു പരിധി വരെ കുട്ടികൾ മറ്റുള്ള നിലയിലേക്ക് എത്തിപ്പെടാനും ഇന്ന് ഈ പറയുന്ന ലഹരിയുടെ ഉപയോഗം മുതൽ ഉള്ള പല കാര്യങ്ങളിലേക്കും കുട്ടി ചെന്നെത്തുന്നതിന് ഒരു പ്രധാന കാരണമാണ്. കാരണം സോഷ്യൽ എൻഗേജ്മെൻറ്റ്സ് ഇല്ല എന്ന് പറയുമ്പോൾ പതുക്കെ അത് സ്വന്തം അച്ഛനെ അമ്മയുടെ അടുത്ത് പോലും കൃത്യമായിട്ടുള്ള ആ ഒരു സംസാരം ഇല്ലാതാക്കുന്നതിനൊരു കാരണമാവുന്നുണ്ട്. അപ്പോൾ ബേസിക്കലി നമ്മുടെ വീട്ടിൽ കൃത്യമായിട്ടുള്ള ആ ഒരു സോഷ്യൽ എൻഗേജ്മെൻറ്റ്സ് ഇല്ല എന്ന് പറയുമ്പോൾ പതുക്കെ നമുക്ക് അത് ഉണ്ടാവുന്ന ഇടങ്ങളുണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള എന്താണോ നമുക്ക് കിട്ടുന്നത് ആ ഒരു ഇടങ്ങളിലേക്കൊരു ചായ്വ് വരുന്നതിന് വലിയ രീതിയിലൊരു പ്രാധാന്യമുണ്ട്. അപ്പോൾ പതുക്കെ നമ്മൾ തമ്മിലുള്ള അല്ലെങ്കിൽ അച്ഛനും അമ്മയും കുട്ടിയും തമ്മിലുള്ള ആ ഒരു ബന്ധം ഇല്ലാതാവുന്നത് കൂടി അത് മുതലാക്കുന്നതിനായിട്ട് ഒരുപാട് കൂട്ടർ നമുക്ക് ചുറ്റും കറങ്ങി നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പല രീതിയിലുള്ള ഇതുപോലുള്ള സന്ദർഭങ്ങൾ നമുക്ക് ഈ അടുത്ത് തന്നെ നമുക്കൊരു 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് അവർക്ക് എങ്ങനെയോ കിട്ടിയിട്ടുള്ള ഒരു ചോക്ലേറ്റിൽ ലഹരിയുടെ ഒരു കണ്ടന്റ് കണ്ടെത്തുകയും അത് കഴിച്ച് കുട്ടി അവശ്യ നിലയിലാവുകയും ഉയർന്ന രക്താതി സമ്മർദ്ദം ഉണ്ടാവുകയൊക്കെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നത് പല രീതിയിലും ഈവൻ കുട്ടികൾ ഇൻട്രസ്റ്റഡ് അല്ലെങ്കിൽ പോലും അവരെ ഈ ഒരു ചതിക്കുഴിയിൽ വീഴ്ത്താനായിട്ട് ഒരു സംഘം ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പം നമ്മുടെ ഈ ഒരു ഇത്രയും ചെറിയൊരു സ്ഥലത്ത് പോലും നമ്മുടെ തൊട്ടടുത്തുള്ള സ്കൂളുകളിലടക്കം ഈ ഒരു രീതിയിലുള്ള ലഹരിയുടെ വിൽപ്പന നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അത്രമാത്രം കാര്യങ്ങൾ സങ്കീർണമായിക്കൊണ്ടിരിക്കുകയാണെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ ഇതിൽ അകപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് മേലെ ആ ഒരു രീതിയിലുള്ള ആ ഒരു പ്രസൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കത് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. പലപ്പോഴും പണ്ടത്തേക്കാൾ ഉപരി ഇപ്പം രണ്ടുപേരും വർക്കിംഗ് ആയിരിക്കും, അച്ഛനും അമ്മയും വർക്കിംഗ് ആയിരിക്കും. അപ്പോൾ നമ്മൾ പലപ്പോഴും അതൊരു റീസൺ ആക്കുകയാണ് ചെയ്യാറുള്ളത്. അതായത് കുട്ടീനെ അതുകൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് അതൊക്കെ വെറും എക്സ്ക്യൂസസ് മാത്രമാണ്. അപ്പം നമ്മുടെ ഒരു കുട്ടിയായിട്ട് നമുക്ക് പണ്ടത്തേക്കാൾ ഉപരി പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അച്ഛനും അമ്മയും എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ബഹുമാനം എന്നുള്ള ആ ഒരു രീതിയേക്കാൾ ഉപരി ഇന്നത്തെ കുട്ടികൾ കുറച്ചും കൂടി ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഏതൊരു രീതിയിലാണെങ്കിലും അപ്പം നമ്മൾ ആ ഒരു രീതിയിൽ ഒരു ഫ്രണ്ട്ലി ആയിട്ടൊരു അപ്രോച്ച് വേണം. എന്നാൽ നമ്മൾ ആവശ്യമുള്ള ഇടത്ത് കൃത്യമായിട്ടുള്ള രീതിയിലുള്ള താക്കീത് നൽകാനും അവർക്ക് സാധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു പാരന്റിങ് ആണ് ഇന്നത്തെ തലമുറ ആക്ച്വലി ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ എല്ലാത്തിനും നമ്മൾ ഒരു ദേഷ്യപ്പെടുന്ന ഒരു അച്ഛനും അമ്മയും എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി കുട്ടികൾക്ക് അതിൽ നിന്ന് വിട്ടുപോരാനും വേറെ സൗഹൃദങ്ങൾ കണ്ടെത്താനും മറ്റുള്ള സൗഹൃദങ്ങൾ കണ്ടെത്തുന്നതിനും ഒരു റീസൺ ആവാറുണ്ട്. പക്ഷെ അതുപോലെ തന്നെ ഓവർലി ഫ്രണ്ട്ലി ആവുന്നതും ഒരു രീതിയിൽ അപകടം തന്നെയാണ്. കുട്ടികൾ എന്തും ഒരേ രീതിയിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യാം എന്നുള്ള ആ രീതിയിൽ അത് ഉപയോഗിക്കുന്നതിന് ഒരു കാരണമാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടും ഇടകലർന്നുള്ള ഒരു അപ്രോച്ചാണ് നമ്മൾ പലപ്പോഴും ഇന്നത്തെ ഒരു തലമുറയ്ക്ക് ഏറ്റവും അനിവാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്ന് ചെറിയ കുട്ടികൾ വരെ മാനസിക സമ്മർദ്ദം നേരിടുന്നവരാണ്. കാരണം നമുക്കറിയാം 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി വരെ മരിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ 2-3 ആഴ്ചകൾക്ക് മുമ്പ് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി, 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ സൂയിസൈഡ് ചെയ്യുന്ന വാർത്തകൾ പുറത്തു വന്നു. പക്ഷേ കൃത്യമായിട്ടുള്ള കാരണങ്ങൾ പിന്നീട് പുറത്തു വരുന്നില്ല. പക്ഷേ
കുട്ടികൾ ഇത്ര ചെറുപ്പത്തിൽ തന്നെ ഏത് തരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടാവാം. കാരണം ആത്മഹത്യ എന്താണെന്ന് അറിയാത്ത പ്രായത്തിലാണ് കുട്ടികൾ ആത്മഹത്യയിലേക്ക് പോകുന്നത്. എനിക്ക് തോന്നുന്നു പാരൻസിന് പോലും ഇവരുടെ മാനസികാവസ്ഥയെ മനസ്സിലാക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകുമോ? തീർച്ചയായിട്ടും നമ്മൾ തുടക്കം മുതൽ ആ കുട്ടിയോടുള്ള ഒരു അപ്രോച്ച് തന്നെയാണ് ഇവിടെ നമ്മൾ കാണിക്കുന്നത്. നമുക്ക് അച്ഛനമ്മടുത്തും എന്തും തുറന്നു പറയാം. അല്ലെങ്കിൽ നമുക്ക് സാധാരണഗതിയിൽ നമ്മളെ പണ്ടത്തെ ഒരു കാലഘട്ടത്തിൽ ഫൈനലി നമുക്ക് എന്തൊക്കെ വഴക്ക് പറഞ്ഞാലും അല്ലെങ്കിൽ എത്ര അടി കിട്ടിയാലും നമുക്ക് എല്ലാം കഴിഞ്ഞ് ഒരു സേഫ് ആയിട്ടുള്ളൊരു സ്പേസ് ആയിരുന്നു നമ്മുടെ വീട് എന്ന് പറയുന്നത്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും വീട്ടിൽ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പരിഹാരം തീർച്ചയായിട്ടും ഉണ്ടാവും. ഇവൻ നമ്മൾ ചിലപ്പോൾ ചീത്ത പറയാതിരിക്കാം. ഇതൊക്കെ കഴിഞ്ഞാലും ഫൈനലി നമുക്ക് അവിടെ ഒരു സേഫ് ആയിട്ടുള്ളൊരു സ്പേസ് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് അതില്ല എന്നുള്ളതാണ്. പലപ്പോഴും ഇതിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് രണ്ട് എക്സ്ട്രീംസ് ആണ്. ചില വീടുകളിലെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് കുട്ടി ഒരു രീതിയിലും ശ്രദ്ധിക്കാതെ അവരവരുടെ ഇഷ്ടപ്രകാരം മാത്രം ജീവിച്ചു പോകുന്നൊരവസ്ഥയും, എന്നാൽ മറ്റു ചില വീടുകളിൽ അമിതമായിട്ടുള്ള കെയറിങ്ങും, രണ്ടും ഒരേ രീതിയിൽ തന്നെ കുട്ടിയുടെ മാനസിക നില വളരെ മോശമായിട്ട് ബാധിക്കുന്ന ഒരു അവസ്ഥയിൽ ചെന്നെത്തിക്കാവുന്നതാണ്. അപ്പം അത് നമ്മൾ കൃത്യമായിട്ട് ആ ഒരു ബൗണ്ടറി നമ്മൾ നിശ്ചയിക്കുന്നത്, ഒന്നും നമ്മൾ എക്സ്ട്രീം ആവുക എന്നുള്ളതല്ല, കുട്ടികൾക്ക് എന്തും തുറന്നു പറയാവുന്ന ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് തുടക്കം മുതൽ നമ്മളൊരു കുട്ടി സ്കൂളിൽ പോയി തുടങ്ങുന്ന ആ ഒരു സമയം മുതൽ തിരിച്ചു വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഉണ്ടായത്, എന്തൊക്കെ വിശേഷങ്ങൾ ഉണ്ടായി, അല്ലെങ്കിൽ സ്കൂളിൽ ആരൊക്കെയാണ് ഫ്രണ്ട്സ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഓരോ ദിവസം സംഭവിച്ചത് എന്നുള്ളത് അതൊരു റൂട്ടീനാക്കി എടുക്കുകയാണെങ്കിൽ തന്നെ പലപ്പോഴും കുട്ടി എല്ലാം വന്നു കഴിഞ്ഞാൽ ആ പറയുന്ന ആ ഒരു രീതിയിൽ എത്തും. പക്ഷെ യൂഷ്വലി ഇപ്പം സംഭവിക്കുന്നത് വീട്ടിൽ രണ്ടാളും വർക്കിംഗ് ആണ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഇത് കഴിഞ്ഞ് വീട്ടിൽ വന്നാൽ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരുപാട് ഡ്യൂട്ടീസ് ഉണ്ടാവും. അപ്പോൾ അവരതിൽ ഓൾറെഡി തിരക്കിലാണ്. അപ്പം അതിൽ കുട്ടികൾക്ക് എന്ന് പറഞ്ഞൊരു സമയം മാറ്റി വയ്ക്കാൻ പലപ്പോഴും അവർക്ക് സാധിക്കാറില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ചിലരെന്താ ചെയ്യുക, നമ്മൾ ആ കുട്ടികളുടെ താൽക്കാലികമായിട്ട് അവരുടെ ആ ഒരു പ്രശ്നങ്ങളൊന്നും സോൾവ് ചെയ്യാൻ അല്ലെങ്കിൽ അവിടെ അടക്കി നിർത്താനായിട്ട് അവർക്ക് ആവശ്യത്തിൽ കൂടുതൽ പൈസ കയ്യിൽ കൊടുക്കുകയും എന്തെങ്കിലും വാങ്ങിക്കോളും, അല്ലെങ്കിൽ കളിക്കാനുള്ള എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു ഗെയിമിംഗ് സിസ്റ്റം വാങ്ങിക്കൊടുക്കുകയോ. അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ കുട്ടിയെ താൽക്കാലികമായിട്ട് ഒരു ശമിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു അപ്രോച്ചാണ് മിക്ക ആളുകളും എടുക്കാറുള്ളത്. പേരൻസിന്റെ മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ ടെൻഷൻസ് ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് ആവശ്യത്തിൽ അധികം ഒരു തീർച്ചയായിട്ടും അവർ കുട്ടികൾക്ക് അത് കൂടുതലായിട്ടും അവരെ ഒന്ന് ഒതുക്കി നിർത്തുക, അല്ലെങ്കിൽ അവർക്ക് അവരുടെ കാര്യങ്ങൾ അവർ നോക്കിക്കോട്ടെ എന്നുള്ള ഒരു രീതിയിൽ, അല്ലെങ്കിൽ അതും കൂടി എനിക്കിനി ഏറ്റെടുക്കാൻ വയ്യ. അപ്പോൾ ഒരു രീതിയിൽ അവരുടെ സ്ട്രെസ് അവരെ അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതല്ലാതെ അടുത്തൊരു ഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളിലെ പഠന നിലവാരം. അപ്പോൾ നമുക്കറിയാം, നമുക്ക് പണ്ടത്തെ ഒരു റാങ്കിങ് സിസ്റ്റം എന്നൊക്കെ പറയുമ്പോൾ മുമ്പത്തെ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഒരു 15 റാങ്ക് വരെയൊക്കെയാണ് നമ്മളെല്ലാവർക്കും റാങ്ക് എന്നുള്ള ഒരു ഇതിലേക്ക് പോകാറുള്ളൂ. ബാക്കിയൊക്കെ ഡിസ്റ്റിങ്ഷൻ ഫസ്റ്റ് ക്ലാസ് എന്നുള്ള ലെവലിലേക്ക് പോകുമ്പോൾ ഇന്ന് നമ്മൾ വഴിയിൽ കാണുന്ന കുട്ടിയുടെ അടുത്ത് പോലും എത്ര A+ ഉണ്ട് എന്നുള്ള ഒരു ചോദ്യത്തിലേക്ക് പോകാറുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ പലപ്പോഴും കുട്ടികൾക്ക് ഒരു പരിധി കൂടുതലുള്ള സമ്മർദ്ദം, കാരണം ഇത്ര A+ കിട്ടിയാൽ മാത്രമാണ് തനിക്ക് ബുദ്ധിയുള്ളൂ എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കുന്ന ഒരു രീതിയിലേക്ക് ഈ ഒരു ഗ്രേഡിംഗ് സിസ്റ്റം മാറിയിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം പലപ്പോഴും മിക്ക ആളുകളും നമ്മൾ പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് അവബോധം ഇല്ലാത്ത ആളുകൾ വരെ കുട്ടികളുടെ അടുത്ത് എത്ര A+ ഉണ്ട് എന്നാണ് ആദ്യം ചോദിക്കുക. അപ്പം അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്കൊരു തോന്നലുണ്ടാവും, ഓക്കെ എനിക്ക് ഇത്ര കുറവാണോ, അല്ലെങ്കിൽ എൻ്റെ പഠന നിലവാരം ഇത്ര അധികം മോശമാണോ എന്ന് വരുമ്പോൾ സ്വയം ഒരു അവബോധം അല്ലെങ്കിൽ തന്നെക്കുറിച്ചൊരു സെൽഫ് കോൺഫിഡൻസ് അത് കുറഞ്ഞു പോകുന്ന ഒരു അവസ്ഥയൊക്കെ കണ്ടുവരാറുണ്ട്. അപ്പോൾ ആദ്യം തന്നെ കുട്ടികൾക്ക് തോൽവിയും ജയവും അതിൻ്റെ ആ ഒരു വേർതിരിവ് കൃത്യമായി മനസ്സിലാക്കി കൊടുക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഒരിക്കലും ഒരു പരീക്ഷയിൽ മാർക്ക് കുറയുന്നതോ അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ വിചാരിച്ചതുപോലെ നേടാൻ സാധിക്കാതെ ഇരിക്കുന്നതോ അല്ല തോൽവി എന്നുള്ളതും. രണ്ടിൻ്റെയും അതിർവരമ്പുകൾ അല്ലെങ്കിൽ രണ്ടിനും അതിൻ്റേതായിട്ടുള്ള ഓരോ തോൽവിയും ജയത്തിലേക്കുള്ള പടവുകളാണ് എന്നുള്ളത് കുട്ടികൾക്ക് തുടക്കം മുതൽ നമ്മൾ ഒരിക്കലും മറ്റൊരാളായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക കുട്ടികൾ. അത് വളരെ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ അടുത്ത കുട്ടിക്ക് ഇത്രയും മാർക്ക് ഉണ്ടല്ലോ, പിന്നെ നിനക്ക് എന്തുകൊണ്ട് ഞങ്ങൾ ഇത്രയും സൗകര്യങ്ങൾ ചെയ്തിട്ടും നിനക്ക് എന്തുകൊണ്ട് അത്രയും വാങ്ങാൻ സാധിക്കുന്നില്ല. അപ്പോൾ അത് പലപ്പോഴും കുട്ടികൾക്ക് വലിയ രീതിയിലുള്ള സമ്മർദ്ദം ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു സമ്മർദ്ദത്തിൽ നിന്ന് മാറാനായിട്ട് പല കുട്ടികളും മറ്റുള്ള സൗഹൃദങ്ങൾ തേടി പോകാറുണ്ട്. അപ്പം അതിൽ തന്നെ ഈ ദൃശ്യമാധ്യമങ്ങളിലൂടെ പരിചയപ്പെടുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാവാം. അതിൽ എത്ര പേര് കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഒറിജിനൽ പേഴ്സണാലിറ്റീസ് ആണ് എന്നുള്ളത് നമുക്ക് ഒരിക്കലും ഉറപ്പിക്കാനായിട്ട് സാധിക്കില്ല. കാരണം ഇത് ഒരു സ്ക്രീനിനപ്പുറവും ഇപ്പുറവും ഇരുന്ന് നമ്മൾ സംസാരിക്കുന്ന കാര്യം മാത്രമാണ്. അത് യാഥാർത്ഥ്യമാണോ അല്ലെങ്കിൽ വെറും ഒരു കെട്ടുകാഴ്ചയാണോ എന്നുള്ളത് കുട്ടികൾക്ക് കൃത്യമായിട്ട് തിരിച്ചറിയാൻ സാധിക്കാറില്ല. പലപ്പോഴും ഈ ഒരു രീതിയിൽ വരുമ്പോൾ നമുക്ക് പൈസ നഷ്ടമാവുക. അപ്പം നമ്മൾ മിക്കവാറും കുട്ടികളുടെ കയ്യിൽ അച്ഛനെയോ നമ്മുടെ ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ബാങ്ക് ഇടപാടുകളുടെ എല്ലാ ഡീറ്റെയിൽസും കുട്ടികളുടെ കയ്യിലുണ്ടാവും.
അപ്പോൾ ആ ഒരു രീതിയിൽ അവർ തമ്മിലുള്ള ആ ഒരു പണത്തിൻ്റെ ഇടപാട് നടക്കുകയോ അത് പിന്നീട് ബ്ലാക്ക് മെയിലിംഗ് പോലുള്ള കാര്യങ്ങളിലേക്ക് എത്തുകയൊക്കെ ചെയ്യുമ്പോഴാണ് കുട്ടികൾ നമ്മൾ പെട്ടെന്ന് ഒരു കാര്യമില്ലാതെ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു എന്നുള്ള വാർത്തകളൊക്കെ കേൾക്കുന്നത്. കാരണം ഇത് ഒരുപാട് പിന്നിലേക്ക് ചികഞ്ഞെടുക്കുമ്പോൾ മാത്രമാണ് കൃത്യമായിട്ടുള്ള ഒരു റീസൺ നമുക്ക് കണ്ടെത്താൻ സാധിക്കാറുള്ളൂ. അപ്പൊ ഇതിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സ്ക്രീൻ ടൈം, പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സ്ക്രീൻ ടൈം കുട്ടികളിൽ നിശ്ചയിക്കേണ്ടത് വളരെ അനിവാര്യമാണ് എന്നുള്ളത് തന്നെയാണ്. കാരണം നമുക്ക് ഒരു ഏജ് ഉണ്ട്, അതിനുശേഷം മാത്രമാണ് നമുക്കൊരു കുട്ടിക്ക് പ്രൈവസി എന്ന് പറയുന്ന ഒരു ഘടകം അനുവദിക്കാൻ പാടുള്ളൂ എന്നുള്ളത് തന്നെയാണ്. പണ്ടൊക്കെ നമുക്ക് കുറച്ചും കൂടി ഈവൻ നമ്മൾ കമ്പ്യൂട്ടേഴ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് പണ്ട് കോമൺ റൂമിൽ മാത്രമാണ് നമ്മൾ അങ്ങനെ ഒരു ഡെസ്ക്ടോപ്പ് നമ്മൾ കീപ്പ് ചെയ്യാറുള്ളൂ. അതല്ലാതെ ഒരിക്കലും ഒരു അടച്ചിട്ട റൂമിൽ പോയിട്ട് കുട്ടി ഇരുന്നിട്ടല്ല ഈ കമ്പ്യൂട്ടർ ഒന്നും യൂസ് ചെയ്തിരുന്നത്. പക്ഷേ ഇന്ന് സ്വകാര്യതയാണ് എല്ലാവർക്കും വളരെ അതായത് ഒരു 4ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ 2ാം ക്ലാസ്സിലോ പഠിക്കുന്ന കുട്ടിക്ക് പോലും അവർക്ക് അവരുടെ പ്രൈവസി കിട്ടുന്നില്ല എന്ന് പറയുന്നത് അവർക്ക് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു ഇവൻ്റാണ്. എന്തിനാണ് എല്ലാ കാര്യത്തിലും എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നത്? അത് അച്ഛൻ്റെ അടുത്തായാലും അമ്മയുടെ അടുത്തായാലും ഒരേ രീതിയിൽ ചോദിക്കാൻ ഇന്നത്തെ കുട്ടികൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് നമ്മൾ തുടക്കം മുതൽ നമ്മൾ അതിനൊരു കൃത്യമായിട്ടുള്ളൊരു നേർരേഖ സൃഷ്ടിക്കേണ്ടത് വളരെ അനിവാര്യമാണ്. അപ്പം നമുക്ക് ആ ഒരു പ്രൈവസി എവിടെ കൊടുക്കണം, എന്തൊക്കെ കാര്യങ്ങളിലാണ് ആ ഒരു പ്രൈവസി നമ്മൾ കൊടുക്കേണ്ടത് എന്നുള്ളൊരു കൃത്യമായിട്ടുള്ളൊരു ധാരണ നമുക്ക് വേണം. അതല്ല കുട്ടി എന്ത് പറഞ്ഞാലും നമ്മൾ അത് ഒരേ രീതിയിൽ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് പിന്നീട് അവർ തെറ്റിലേക്ക് ചെന്നെത്തിക്കുന്നതിന് ഒരു പ്രധാന കാരണമാവുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം. ഇപ്പോൾ ആദ്യകാലത്ത് വീട്ടിലായാലും അച്ഛനമ്മമാര് അടിച്ചു വളർത്തുന്ന ഒരു കാലഘട്ടമായിരുന്നു. സ്കൂളിലെ അധ്യാപകരായാലും ആദ്യത്തെ കാലത്തെ തലമുറയൊക്കെ അത്യാവശ്യം അടി കിട്ടി വളർന്നവരാണ്. പക്ഷേ ഇന്നത്തെ കുട്ടികളെ നമ്മൾ തല്ലേണ്ട കാര്യമില്ല. ഒന്ന് ചീത്ത പറഞ്ഞാൽ പോലും കുട്ടികൾ വീട് വിട്ടു പോകുന്നു, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നു. ചെറിയ നിസ്സാര കാര്യങ്ങൾക്കാണ്. ഫോൺ അധികം ഉപയോഗിക്കുന്നതിന് അമ്മ ചീത്ത പറഞ്ഞു, അതുകൊണ്ട് സൂയിസൈഡ് ചെയ്തു, അങ്ങനെ ഒരുപാടുള്ള വാർത്തകൾ എപ്പോഴും നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടികളുടെ മാനസിക നില ഏത് തരത്തിൽ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയല്ലേ അത്തരത്തിലുള്ള സംഭവങ്ങൾ? തീർച്ചയായിട്ടും. നമ്മൾ ഇപ്പോൾ ഈ റീസെൻ്റ് ആയിട്ട് നമുക്ക് ക്ലിനിക്കിൽ വന്ന ഒരു ടീച്ചറായിരുന്നു. അപ്പോൾ അവരുടെ അവിടെ ഒരു സ്കൂളിൽ ക്ലാസ് എടുക്കാൻ പോയപ്പോൾ അവർ ആദ്യം പറഞ്ഞത്, ഡോക്ടറെ, കുട്ടികൾക്കൊന്നും നമ്മൾ ഒരു പേടിയില്ല, നമ്മൾ എന്തെങ്കിലും പറയുമ്പോഴേക്കും അച്ഛനും അമ്മയും പിറ്റേ ദിവസം ചോദിക്കാനായിട്ട് സ്കൂളിലേക്ക് വരും. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പോൾ ഒന്നും പറയാറില്ല. പക്ഷേ കുട്ടികൾ നമ്മളെ നോക്കി പറയുന്ന പല കാര്യങ്ങളും നമുക്കൊരു ടീച്ചർ എന്നുള്ള നിലയിൽ നമുക്ക് ഒരിക്കലും ദഹിക്കാൻ പോലും സാധിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് ചില കുട്ടികൾ പറയുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു മാനസിക നില നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. നമ്മൾ ആ ഒരു സമയത്ത് നമ്മൾ ഒരിക്കലും അടിച്ചു വളർത്തണം എന്നുള്ളതല്ല ഇവിടെ പറയുന്നത്. നേരെ തിരിച്ച് കൃത്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു താക്കീത് കൊടുക്കാൻ നമുക്ക് ടീച്ചർക്കായാലും അല്ലെങ്കിൽ അച്ഛനോ അമ്മയ്ക്കോ ആയാലും മറ്റുള്ള മുതിർന്ന വ്യക്തികൾക്കായാലും അതിനുള്ള ആ ഒരു രീതി നമ്മൾ തുടക്കം മുതലേ നമ്മൾ കൊടുത്തു തുടങ്ങണം. അതല്ലാന്നുണ്ടെങ്കിൽ കുട്ടികളുടെയും വിചാരം നമ്മൾ സാധാരണഗതിയിൽ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞെങ്കിൽ മിക്കവാറും ഒറ്റ കുട്ടിയായിരിക്കും വീട്ടിലുണ്ടാവുക. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്കും നമ്മൾ അച്ഛനും അമ്മയും ആദ്യം ഇടപെടും, കുട്ടിയൊന്നും പറയണ്ട. അപ്പം അത് ഓട്ടോമാറ്റിക്കലി കുട്ടിക്ക് ഇനി എന്നെ ആരും ഒന്നും പറയാൻ പാടില്ല എന്നുള്ള ഒരു രീതിയിൽ, അല്ലെങ്കിൽ ആരും തന്നെ ഭരിക്കാൻ വരണ്ട, എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം എന്നുള്ള ആ ഒരു അറിയാതെ തന്നെ ഒരു മിഥ്യാധാരണ കുട്ടിയുടെ മനസ്സിൽ ഉടലെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അത് ആക്ച്വലി നമ്മളായിട്ട് തന്നെ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ഒരു സ്പേസാണ്. അപ്പം അങ്ങനെയല്ല, നമുക്ക് എന്ത് കാര്യം നമുക്ക് തുറന്ന് പറയാനുള്ള ഒരു സ്പേസ് അവിടെ ഉണ്ടാവണം. അത് ടീച്ചർമാർക്കാണെങ്കിലും അതേപോലെ തന്നെ മുതിർന്ന വ്യക്തികൾക്കാണെങ്കിലും. മുമ്പത്തെ ഒരു വീടുകളിൽ നമുക്ക് പറഞ്ഞെങ്കിൽ ഒരു മുത്തശ്ശനോ മുത്തശ്ശിയോ എന്തായാലും അവിടെ ഉണ്ടാവും. അപ്പോൾ കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ അച്ഛനും അമ്മയും ജോലി ചെയ്യുമോ അല്ലെങ്കിൽ മറ്റുള്ള തിരക്കുകളിലാണെങ്കിലും അവരെ കൃത്യമായിട്ട് അവരുടെ ആ ഒരു കാര്യങ്ങൾ നോക്കാനൊക്കെ ആയിട്ട് വീട്ടിലൊരു മുതിർന്ന വ്യക്തി എന്തായാലും ഉണ്ടാവുമായിരുന്നു. ഇന്നത്തെ കാലം മാറി. മിക്കവാറും അച്ഛനും അമ്മയും ഒരു കുട്ടി മാത്രമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അച്ഛനും അമ്മയും ഇല്ലാത്ത സമയത്ത് മിക്കവാറും ആ ഒരു വീട് അടച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ കുട്ടി ടിവിയും കണ്ടുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ചൊരു ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സൗഹൃദങ്ങളോ ഒന്നും കുട്ടിക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ വരുമ്പോൾ ആ ഒരു സോഷ്യൽ ആയിട്ടുള്ള എൻഗേജ്മെൻറ്റ്സ് കംപ്ലീറ്റ് ആയിട്ട് കുറയുകയും പതുക്കെ ഈ ഒരു രീതിയിൽ ദൃശ്യമാധ്യമങ്ങളിലൂടെയുള്ള ആ ഒരു സുഹൃത്ത് ബന്ധങ്ങൾ കൂടുതലായിട്ട് ഉടലെടുക്കുകയും ഇതിൽ പലതും യാഥാർത്ഥ്യമല്ല എന്നുള്ള തിരിച്ചറിവിലാണ് പലപ്പോഴും കുട്ടികൾ ഒന്നുമല്ലാത്തൊരവസ്ഥയിലേക്ക് മാറിപ്പോകാറുള്ളത്. അപ്പം അത് കൃത്യമായിട്ട് നമ്മൾ തുടക്കം മുതൽ നമ്മൾ എന്തൊരു കാര്യമാണെങ്കിലും നമ്മളൊരു കുട്ടി വീട്ടിലുണ്ടാകുമ്പോൾ തുടങ്ങി നമ്മൾ ഈ ദൃശ്യമാധ്യമങ്ങൾ കൃത്യമായിട്ടുള്ളൊരു സ്ക്രീൻ ടൈം നിശ്ചയിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പ്രായം വരെ ഇപ്പോൾ കുട്ടികൾക്ക് ഇപ്പോൾ ഇതൊന്നും കൊടുത്തില്ലെങ്കിലും ഒന്നും സംഭവിക്കാനില്ല. അത് നമ്മൾ ആദ്യം തിരിച്ചറിയാം. നമ്മൾ ഇത് കണ്ടുകൊണ്ട് മാത്രമല്ല, മിക്കവാറും എല്ലാ അച്ഛനും അമ്മമാരും പറയുന്ന ഒരു കാര്യം, അവന് മൊബൈലിൽ എല്ലാ കാര്യങ്ങളും അറിയാം. 1 or 2 വയസ്സുള്ള കുട്ടി അവർക്ക് എല്ലാം അറിയാമെന്ന് പറയുന്നത് വലിയൊരു സംഭവമായിട്ടാണ് പറയാറുള്ളത്. അത് ഏതൊരു കുട്ടിക്കും ഇതൊന്നും അല്ലെങ്കിലും നമുക്ക് അവർക്ക് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. അപ്പം അതല്ല അവരുടെ ബുദ്ധിയുടെ അളവുകോലെന്ന് പറയുന്നത്. അപ്പം അതായത് മറ്റുള്ള കുട്ടികളൊക്കെ നോക്കുന്നുണ്ടല്ലെങ്കിൽ എൻ്റെ കുട്ടിക്ക് മാത്രം കൊടുത്തില്ലെങ്കിൽ
അവന് കൃത്യമായിട്ടുള്ള ആ ഒരു ബുദ്ധി വളർച്ച ഉണ്ടായില്ലെങ്കിലും ഇങ്ങനെയൊക്കെ ആയിരിക്കും ആളുകൾ ചിന്തിക്കുന്നത്. പക്ഷെ അത് ഒരിക്കലും അങ്ങനെയല്ല. നമുക്ക് നോർമലായിട്ട് അവരുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആ ഒരു ബുദ്ധി ഒരു രീതിയിലും അവർക്ക് വളരാൻ നമ്മൾ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം മിക്കവാറും നമുക്ക് ഒരു സ്കൂളിൽ ഒരു അസൈൻമെന്റ്സ് കൊടുത്താൽ പോലും കുട്ടികൾ ആദ്യം സെർച്ച് ചെയ്യുക ChatGPT അല്ലെങ്കിൽ Google ആയിരിക്കും. അതായത് പണ്ട് നമ്മൾ ലൈബ്രറിയിൽ പോകുന്നതിന് പകരം അവരിപ്പോഴും മൊബൈൽ ഫോൺസിൽ ഡയറക്റ്റ് ആയിട്ട് അതിനെ ഇതാക്കുകയാണ്. അപ്പം ഇതിൽ അവരുടെ ക്രിയേറ്റിവിറ്റി എവിടെയാണ്? സ്വന്തമായിട്ട് എന്തെങ്കിലും അവർക്ക് ചിന്തിക്കാനുള്ള ഒരു സ്പേസ് പോലും അവിടെ ഉണ്ടാവുന്നില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു ലെവൽ എത്തുമ്പോൾ അവർക്കൊന്നും സ്വന്തമായി ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളൊരു തിരിച്ചറിവ് വരുമ്പോഴാണ് അവർ ഇതുവരെ ജീവിതത്തിൽ ഒന്നും ആയിട്ടില്ല എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം അവർ തിരിച്ചറിയുന്നത്. അപ്പോഴേക്കൊക്കെ ഒരുപാട് വൈകിട്ടുണ്ടാവും. അപ്പം അതിന് മുന്നോടിയായിട്ട് തന്നെ നമുക്കൊരു സ്കൂളിൽ ഒരു 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്കെങ്കിലും ഈ ഒരു രീതിയിൽ കൃത്യമായിട്ട് ആ സ്ക്രീൻ ടൈം വിലക്കുന്നതിനുള്ള കൃത്യമായിട്ടുള്ള നിയമനിർദ്ദേശങ്ങൾ അടക്കം നമ്മൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കേണ്ടത് വളരെ അനിവാര്യമാണ്. നമ്മൾ മിക്കവാറും ഫേക്ക് ആയിട്ടുള്ള മെയിൽ IDs ഇതൊക്കെ വെച്ചിട്ടായിരിക്കും കുട്ടികൾ, ഈവൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും ഇൻസ്റ്റാ ID അല്ലെങ്കിൽ ഫേസ്ബുക്ക് ID ഒക്കെ അവർക്ക് ഉണ്ടാവും. അതിൻ്റെ എല്ലാ തലത്തിലേക്കും അവർക്ക് കൃത്യമായിട്ടുള്ള ചെയ്യാനുള്ള ധാരണയും ഇന്നത്തെ കുട്ടികൾക്കുണ്ട്. അപ്പം അതിലുണ്ടാവുന്ന തെറ്റുകൾ എന്താണ് ശരി എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു വേർതിരിവ് അവരുടെ മനസ്സിന് കൃത്യമായിട്ട് വന്നിട്ടുമില്ല. ഇത് രണ്ടും കൂടി ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് തന്നെ പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. അപ്പം അതിന് കൃത്യമായിട്ടുള്ള ഒരു നമ്മുടെ ഒരു ഗൈഡൻസ് അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അതിന് ആദ്യം വേണ്ടത് നമ്മുടെ വീട്ടിൽ ഒരു ഫാമിലി ബോണ്ടിങ് കൃത്യമായിട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പം അതിന് ആദ്യം നമ്മൾ അച്ഛനും അമ്മയും തമ്മിലുള്ള ഒരു ബന്ധങ്ങൾ കണ്ടാണ് കുട്ടികൾ വളരുന്നത്. അപ്പം അവിടെ തന്നെ പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ആ കുട്ടിയെ കുറ്റം പറയാനായിട്ട് സാധിക്കില്ല. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മുടെ ആ ഒരു ഫാമിലി ബോണ്ടിങ് എന്നുള്ളത് സ്ട്രോങ് ആക്കി എടുക്കുന്നതിനും നമ്മളും കുട്ടികളുമായിട്ടുള്ള ആ ഒരു ഇഴയടപ്പം അത് പരമാവധി വർദ്ധിപ്പിക്കുന്നതിനായിട്ടുള്ള കാര്യങ്ങൾ തുടക്കം മുതൽ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇതിൽ നിന്നൊരു പൂർണ്ണമായിട്ടൊരു പരിഹാരം തീർച്ചയായിട്ടും ഉണ്ടാക്കാം. ഒരു ഫാമിലി ടൈം അത് കൃത്യമായിട്ട് ഒരു കുടുംബത്തിൽ ഫോളോ ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ഇന്ന് എനിക്ക് തോന്നുന്നു, ഇപ്പോൾ കുട്ടികളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ അല്ലെങ്കിൽ പുറത്ത് പോകുന്നു, അടിച്ചു പൊളിക്കുന്നു, അതിനുള്ള എമൗണ്ടും പാരൻസ് കൊടുക്കുന്നു. പാരൻസിൻ്റെതായിട്ടുള്ള ഒരുപാട് റിലേഷൻസ്, ഫ്രണ്ട്സ്, അവരുടെ അങ്ങനെ സ്പ്ലിറ്റായിട്ട് പോകുന്നതോടുകൂടി ലൈഫും അതുപോലെ സ്പ്ലിറ്റായിട്ട് പോകാനുള്ള സാധ്യത കൂടി വരുന്നുണ്ട്. അപ്പോൾ ഈ ഫാമിലി ടൈമിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കണം? തീർച്ചയായിട്ടും നമ്മളൊരു വീട്ടിലൊരു 4 പേരുണ്ടെന്നുണ്ടെങ്കിൽ, അച്ഛനും അമ്മയും 2 കുട്ടികളാണെന്നുണ്ടെങ്കിൽ 4 പേരും 4 കോർണേഴ്സിലായിരിക്കും. 4 പേരുടെ കയ്യിലും ഓരോ മൊബൈൽ ഫോണും തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പം നമ്മൾ ഏത് വീട്ടിൽ ചെന്നാലും കാണുന്ന ഒരു കാഴ്ചയാണത്. അപ്പം അത്രയധികം അവർ തമ്മിൽ യാതൊരു രീതിയിലുള്ള ഒരു ബോണ്ടിങ്ങോ കാര്യങ്ങളോ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. അപ്പം അതിന് കുട്ടികളുടെ മൊബൈൽ ടൈം ഒഴിവാക്കുക എന്നുള്ളത് മാത്രമല്ല, അതോടൊപ്പം തന്നെ അറ്റ്ലീസ്റ്റ് വീട്ടിൽ ഒരു 1-2 മണിക്കൂർ നമ്മൾ നോ മൊബൈൽ ഫോൺസ് അല്ലെങ്കിൽ നോ സോഷ്യൽ മീഡിയാസ് ആ ഒരു രീതിയിലുള്ള ഒരു ടൈം ഉണ്ടാക്കി എടുക്കുമ്പോഴാണ് ഓട്ടോമാറ്റിക്കലി നമുക്ക് ചുറ്റും അല്ലെങ്കിൽ തുറന്ന് സംസാരിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടാവുന്നത്. മിക്കവാറും നമ്മളൊരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനിടയിൽ ചിലപ്പോൾ അമ്മ വന്ന് എന്തൊക്കെയുണ്ട്, സ്കൂളിൽ എന്തൊക്കെ വിശേഷം ഉണ്ടെന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് തുറന്ന് പറയാനുള്ള ഒരു ഇതുണ്ടാവില്ല. കാരണം ഇത് കാണാനുള്ള ഒരു വ്യഗ്രതയിലായിരിക്കും കുട്ടി ഉണ്ടാവുക. അപ്പോൾ പരമാവധി അവിടെ ഇത് പറയും. ഇപ്പം 2ാമത്തെ ദിവസം അമ്മ എന്നെ ചോദിക്കാതെയോ, കാരണം അവൻ എപ്പോഴും മൊബൈലിലാണ്. ആ ഒരൊറ്റ കാര്യം പറഞ്ഞത് കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്യാണ് ആ ചാപ്റ്റർ. അപ്പം അതിനേക്കാൾ ഉപരി നമുക്ക് അങ്ങനെ ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കാം. ഇതുവരെ ഇല്ല എന്നുണ്ടെങ്കിൽ ഇനി മുതലെങ്കിലും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ആരും അങ്ങനെയുള്ള കാര്യങ്ങൾ, അത്യാവശ്യമല്ലാത്ത കോളുകളൊന്നും എടുക്കില്ല എന്നുള്ള ഒരു രീതിയിൽ ഒരു ടൈം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. ദിവസത്തിൽ 1 മണിക്കൂറെങ്കിലും നമ്മളെ ആര് വിചാരിച്ചാലും ഇത് വളരെ സുഖമായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. പക്ഷെ നമ്മൾ ആരും അതിനായിട്ടൊരു മുൻകൈ എടുക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ അതൊന്നും നമ്മളൊരു വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഒരു നിയമത്തിലും നമുക്ക് നിർദ്ദേശിക്കാൻ സാധിക്കില്ല. നമ്മുടെ വീടാണ്, അതിൽ എന്തൊക്കെ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. അപ്പം അതിന് കൃത്യമായിട്ടുള്ള എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ആ ഒരു രീതി എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കുട്ടികളെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കില്ല എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക. അതുപോലെ കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അത് തുടക്കം മുതലായിക്കോട്ടെ അവരുടെ ബാഗ് നമുക്ക് ചെക്ക് ചെയ്യാനുള്ള ആ ഒരു ഫ്രീഡം നമ്മൾ തീർച്ചയായിട്ടും എടുക്കേണ്ടതുണ്ട്. നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോകാത്ത എന്തെങ്കിലും അവരുടെ ബാഗിൽ പിന്നീട് കാണുകയാണെന്നുണ്ടെങ്കിൽ അത് കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കി എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ അനിവാര്യമാണ്. നമുക്ക് കുട്ടികൾക്ക് ആവശ്യമില്ലാത്ത എന്തെങ്കിലും ബന്ധങ്ങൾ ഉണ്ടാകുമ്പോൾ അത് കൃത്യമായിട്ട് ചോദിക്കാനുള്ള ആ ഒരു ഫ്രീഡം നമുക്ക് അവിടെ ഉണ്ടായിരിക്കണം. ആ ഒരു സ്പേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കണം. അതല്ലാതെ നമ്മൾ ഇതുവരെ ചെയ്യാത്ത ഒരാൾ പെട്ടെന്ന് പോയി ബാഗൊക്കെ തുറന്ന് നിൽക്കുമ്പോൾ ചോദിക്കുമ്പോൾ എന്തിനാണ് എൻ്റെ ബാഗ് എടുക്കുന്നത്? അത് അവരുടെ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ഒരു പ്രൈവസി ആയിട്ടാണ് അവർ കരുതുന്നത്. അപ്പോൾ അത് തുടക്കം മുതലേ അല്ലെങ്കിൽ ചെറിയ കുട്ടിയാകുമ്പോൾ മുതൽ നമ്മളതൊരു ശീലമാക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കുട്ടിക്ക് മറ്റൊരാൾ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനൊരു കാര്യം ഉണ്ടായി, അതാണ് ഈ ബാഗിലുള്ളത് എന്ന് പറയാനുള്ള ഒരു
ഇത് നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊരു കാര്യം നമുക്ക് ഫ്രീ ആയിട്ട് വീട്ടിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പരിഹാരം ഉണ്ടാവും എന്നുള്ളൊരു തോന്നൽ കുട്ടിയുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മൾ ഓരോരുത്തർക്കും സാധിക്കണം. നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ കുടുംബത്തിൽ നിന്നാണ് നമ്മുടെ കുട്ടികളുടെ എല്ലാ നല്ല ശീലങ്ങളും തുടങ്ങേണ്ടത്. അതിന് ഫാമിലി ടൈം എന്നുള്ള ഒരു സമയം നമ്മൾ കാണുകയും അതിനുവേണ്ടി കുട്ടികളെ ആ ഒരു ഫാമിലിയുടെ സ്നേഹത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ആശയവിനിമയത്തിലേക്ക് എത്തിക്കുകയും വേണം. അങ്ങനെയാണെങ്കിൽ ഒരു പരിധിവരെ കുട്ടികൾക്ക് അച്ഛനമ്മമാരെ അറിയാനും അച്ഛനമ്മമാർക്ക് തങ്ങളുടെ മക്കളെ അറിയാനും സാധിക്കും. ആരോഗ്യരംഗത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത അധ്യായത്തിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.